അങ്ങ് അങ്ങ് പൊന്നമ്പലമേട്ടിൽ ഒരു അല്പസമയത്തിനുള്ളിൽ തന്നെ ആ മകരജ്യോതി കാണുന്നതിന് വേണ്ടി ഇനി നിമിഷങ്ങൾക്കുള്ളിൽ മകരജ്യോതി തെളിയപ്പെടും. ആ മകരജ്യോതി കാണുന്നതിന് വേണ്ടി അങ്ങനെ അങ്ങ് പൊന്നമ്പലമേട്ടിലേക്ക് കണ്ണും നട്ട് നിരവധിയായ ഭക്തർ ഒരു ശബരിമല സന്നിധാനത്തോ പമ്പയിലോ മാത്രമല്ല, അങ്ങ് ദൂരെ എല്ലായിടങ്ങളിലും മകരവിളക്കും പൊന്നമ്പലമേടും കാണാൻ കഴിയുന്ന സ്ഥലങ്ങളിലൊക്കെ കാത്തിരിപ്പ് തുടങ്ങിയാണ്. ഈ കാത്തിരിപ്പിന് ദേശഭാഷ വ്യത്യാസങ്ങളില്ല. ദീപാരാധന പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി 7 നിമിഷവും പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയും. ആ കാത്തിരിപ്പിന് വേണ്ടിയാണ് എല്ലാവരും. മകരവിളക്ക് തെളിയുവാൻ ഇനി നിമിഷങ്ങൾ മാത്രം. സന്നിധാനത്ത് ദീപാരാധന പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. സന്നിധാനത്ത് ദീപാരാധന പൂർത്തിയായി മണിനാഥം മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏത് നിമിഷവും അങ്ങ് പൊന്നമ്പലമേട്ടിൽ ആ ദിവ്യജ്യോതി തെളിയും, ആ മകരജ്യോതി തെളിയും. ആ മകരജ്യോതി 3 പ്രാവശ്യമാണ് തെളിയുക. ആ മകരജ്യോതിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്, ആ ഐശ്വര്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, ഒരു ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ഇനി നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. അങ്ങനെ പൊന്നമ്പലമേട്ടിൽ 3 പ്രാവശ്യവും മകരജ്യോതി തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മകരവിളക്ക് തൊഴുത് ആ ഐശ്വര്യം, ആ ഭക്തി, അങ്ങനെ ആ ഭക്തിയുടെ നിറവിൽ അങ്ങനെ ഭക്തർ മലയിറങ്ങുകയാണ്. ആ കാത്തിരിപ്പിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് 3 പ്രാവശ്യം മകരവിളക്ക് ദർശനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ആ ഭക്തലക്ഷങ്ങൾ ആ മകരജ്യോതി ദർശനം കണ്ട് മലയിറങ്ങുകയാണ്. ആ ഐശ്വര്യം ഏറ്റുവാങ്ങി ഭക്തലക്ഷങ്ങൾ മലയിറങ്ങുകയാണ്. ഒരു വർഷത്തെ ജീവിത കാത്തിരിപ്പ് അല്ലെങ്കിൽ അയ്യപ്പ ഭക്തരുടെ കാത്തിരിപ്പ് പൂർത്തിയായി. അങ്ങനെ അയ്യപ്പ ഭക്തർ മലയിറങ്ങുന്നു. അങ്ങനെ മകരജ്യോതി ദർശനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. സർവാഭരണങ്ങളും അണിയിച്ചുള്ള ദീപാരാധനയും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള കാത്തിരിപ്പ് അടുത്ത 1 വർഷത്തേക്ക്, ആ മകരജ്യോതി ദർശനത്തിലേക്കുള്ള കാത്തിരിപ്പ്. അങ്ങനെ ശബരിമല സന്നിധാനത്ത്